നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 25 അവസാനിക്കുന്നതിന് മുൻപ് ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നതാണ്. അതായത് ഈശ്വരാനുഗ്രഹത്താൽ 7 പ്രധാന ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ 7 അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതാണ്. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന 7 വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ആ മാറ്റങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. ഒന്നാമതായി, നിങ്ങളുടെ ദാരിദ്ര്യം പൂർണ്ണമായും അകറ്റുന്നതിനുള്ള വാതിലാണ് തുറക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായി പലയിടങ്ങളിൽ നിന്നും പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. കിട്ടാനുള്ള പണം, കുടിശ്ശികകൾ തിരികെ ലഭിക്കുവാനും ഈ ദിവസങ്ങളിൽ സാധ്യത വളരെയേറെയാണ്. ഇതുവരെയും സാമ്പത്തികമായി തടസ്സങ്ങൾ നേരിട്ടവരാണ് നിങ്ങളെങ്കിൽ ജൂലൈ 25 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ തുടങ്ങുന്നതാണ്. ഇനി രണ്ടാമതായി, ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളും ഭയവും മാറി ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ വഴക്കുകൾ അവസാനിക്കുകയും അകന്നുപോയ ബന്ധുക്കൾ തെറ്റുകൾ തിരുത്തി തിരിച്ചു വരികയും ചെയ്യുന്നതിലൂടെ വീട്ടിൽ ദൈവീകമായ സമാധാനം നിലനിൽക്കുന്നതാണ്. ഇനി മൂന്നാമതായി, ഇതുവരെയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. ഇനി ജൂലൈ 25 മുൻപ് നിങ്ങൾ തുടങ്ങുന്ന ഏതൊരു പുതിയ പരിശ്രമവും 100% വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നതാണ്. നാലാമതായി, ഇടവം രാശിക്കാരായ ഉദ്യോഗസ്ഥർക്ക് അർഹമായ അംഗീകാരം, സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ ലഭിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി ലഭിക്കുവാനും ബിസിനസ്സുകാർക്ക് ലാഭവും വ്യാപാര വിപുലീകരണത്തിനുള്ള അവസരങ്ങളും കൈവരാനും ഈ ദിവസങ്ങൾ സഹായിക്കുന്നതാണ്. ഇനി അഞ്ചാമതായി, വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഇടവം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ശാരീരികമായ അവശതകളിൽ നിന്നും വളരെ ആശ്വാസം ലഭിക്കുന്നതാണ്. മാത്രമല്ല, മനസ്സിലെ ആശങ്കകൾ മാറുന്നതോടെ ശരീരത്തിന് പുതിയൊരു ഊർജവും ഉന്മേഷവും വന്നു ചേരുന്നതുമാണ്. തടസ്സപ്പെട്ട് കിടന്ന വിവാഹാലോചനകൾ നടക്കാനും സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക് അതിനുള്ള അവസരം കൈവരാനും ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇതുകൂടാതെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവം രാശിക്കാരുടെ ബഹുമാനവും അന്തസ്സും വർദ്ധിക്കുന്നതുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ കുലദൈവം അല്ലെങ്കിൽ കുടുംബ ദേവത ഒരു സംരക്ഷണ കവചം പോലെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതുമാണ്. ഇനി കണ്ണേറെ ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവയും പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. കൂടാതെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഇടവം രാശിക്കാർക്ക് അനുകൂലമായ പരിഹാരം ലഭിക്കുന്നതുമാണ്. ഇനി ഈ ഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്നും പഴയ കടങ്ങൾ തീർക്കാനും വിജയങ്ങൾ മറ്റുള്ളവരോട് അമിതമായി കൊട്ടിഘോഷിക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതുമാണ്. ഇനി ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും കടബാധ്യതയിൽ നിന്ന് മുക്തി നേടാനും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്രതീക്ഷിതമായി കയ്യിൽ പണം വന്നു ചേരുമ്പോൾ അത് മറ്റാഡംബര കാര്യങ്ങൾക്കായി ചിലവാക്കാതെ ആദ്യം പഴയ കടങ്ങൾ തീർക്കുവാൻ ഉപയോഗിക്കേണ്ടതാണ്. കടം എത്ര വലുതാണെങ്കിലും അതല്ല ചെറിയ കടമാണെങ്കിലും അത് നൽകി തുടങ്ങുന്നത് ഗുണകരമാണ്. ഇനി പണം കയ്യിൽ വന്നു ചേരുമ്പോൾ അനാവശ്യമായ ആഡംബരങ്ങൾക്കോ പ്രദർശനങ്ങൾക്കോ വേണ്ടി അത് പാഴാക്കരുത്. കാരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയും ഭാവിയിൽ ലക്ഷങ്ങളായി വളരുകയും നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു സ്വത്ത് ഉണ്ടാക്കുന്നതിനുള്ള അടിത്തറയായി മാറുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്നാൽ നിങ്ങൾക്ക് പണം നൽകുന്നവരോട്
വളരെ വിനയത്തോടും അടക്കത്തോടും കൂടി പെരുമാറുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. ഈ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതിന് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ കുലദൈവത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവതയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കേണ്ടതുമാണ്. അതിനായി സാധിക്കുമെങ്കിൽ നാളെ നിങ്ങളുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുലദൈവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. കുടുംബക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുവഴി വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന വലിയൊരു ഭാരം ഒഴിഞ്ഞു മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ്. ഇനി നിങ്ങളുടെ കുടുംബക്ഷേത്രം ഒരുപാട് ദൂരത്താണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ ഒരു ചെറിയ വിളക്ക് തെളിയിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മതിയാകും. വഴിപാടായി ഒരു ഗ്ലാസ് വെള്ളമോ അല്പം പഞ്ചസാരയോ കുടുംബദേവതയെ സങ്കല്പിച്ച് സമർപ്പിക്കാവുന്നതാണ്. അതിനോടൊപ്പം വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ഒരു ചെറിയ മൺചിരാതിൽ നല്ലെണ്ണ ഒഴിച്ച് 2 തിരിയിട്ട് ദീപം തെളിയിക്കുക. ആ ദീപത്തിന് മുന്നിലിരുന്ന് ഒരു സുഹൃത്തിനോട് എന്ന പോലെ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഇടവം രാശിക്കാർ ഭക്തിയോടുകൂടി വിളക്ക് കഴുകി നാളെ രാവിലെയും വൈകിട്ടും നിങ്ങളുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബദേവതയുടെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഇടവം രാശിക്കാരായവർ നാളെ വിശക്കുന്നവർക്ക് ഒരു നേരം ആഹാരം നൽകുന്നതോ അതല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരു ബിസ്ക്കറ്റ് നൽകുന്നതോ പോലും വലിയ പുണ്യമായി മാറുന്നതാണ്. ഇത്തരം ചെറിയ ദാനങ്ങൾ നിങ്ങൾക്കൊരു സുരക്ഷാ കവചമായി കുടുംബ ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിത്തരും. വലിയ പൂജകളോ യാഗങ്ങളോ നടത്തുന്നതിനേക്കാൾ ഉപരിയായി ശുദ്ധമായ മനസ്സോടെയുള്ള പ്രാർത്ഥനയാണ് 100% ഫലം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ കുടുംബ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് വഴി ശത്രുദോഷങ്ങളിൽ നിന്നും കണ്ണുദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതുമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ചോ ഭാവി തീരുമാനങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് അമിതമായി സംസാരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്നതാണ്. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ സാമ്പത്തികമായ വലിയൊരു സുരക്ഷിതത്വം ഇടവം രാശിക്കാർക്ക് ഈ കാലയളവിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം കൂടെയുള്ളതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.